കേരളത്തിലെ അധ്യാപക നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടത് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് DE ഓഫീസ് പരിസരത്ത് നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. അധ്യാപക നിയമന കാര്യത്തിൽ സുപ്രീം കോടതി വിധി വന്നിട്ടും കേരളത്തിലെ അധ്യാപക നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടത് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഇത്തരം നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. ആവശ്യപ്പെട്ടു. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് DE ഓഫീസ് പരിസരത്ത് നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമോന്നത കോടതി ഭിന്നശേഷി നിയമനങ്ങളുടെ പേരിൽ കേരളത്തിൽ വർഷങ്ങളായുള്ള അധ്യാപക നിയമനങ്ങളുടെ കുരുക്കഴിക്കാവുന്ന വിധം വിശാലവിധി പ്രസ്താവിച്ചിട്ടും സർക്കാർ സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ അത് നടപ്പാക്കാൻ തയ്യാറാകാത്തത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ വിനയപൂർവ്വം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് സുപ്രീം കോടതിയുടെ വിധി മാനിച്ച് NSSന് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച വിധി കേവലം ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വേണ്ടി മാത്രം പുറപ്പെടുവിച്ച വിധിയല്ല. ഈ 16,000-ഓളം അധ്യാപകരുടെ വികാരം മാനിച്ച് അവർക്ക് വേണ്ടി ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് കോടതിയിൽ പോയപ്പോ ആ ഒരു വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, ആ വിധിയെ മാനിച്ചുകൊണ്ട് ഈ അധ്യാപക സമൂഹത്തോട് നീതി പുലർത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. ആയിരക്കണക്കിന് അധ്യാപകർ ആത്മഹത്യയുടെ വക്കിലാണ്. സാങ്കേതികത്വം പൂർണ്ണമായും നീങ്ങിയിട്ടും സർക്കാർ മാത്രം അതിന് തയ്യാറാകാത്തത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കമായേ കാണാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ അനുകൂലമായ വിധി പുറപ്പെടുവിച്ച സാഹചര്യം പരിഗണിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കി കേരളത്തിലെ മുഴുവൻ അധ്യാപക നിയമനങ്ങൾക്കും അംഗീകാരം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും KPSTA ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് PT ബെന്നി അധ്യക്ഷനായി. KPCC സെക്രട്ടറി M അസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം അലോഷ്യസ് ജോർജ്, ജോമി T ജോസ്, MK പ്രിയ, P ജലജാക്ഷി, VK പ്രഭാവതി, മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം AV ഗിരീശൻ, T രാജേഷ് കുമാർ, PK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ഭാരവാഹികളായ KV ജനാർദ്ദനൻ, K ശശീന്ദ്രൻ, CK അജിത, വിമൽ അടിയോടി, അനിൽ നീലാംബരി, AV ബിന്ദു, വിനോദ് നന്ദകുമാർ, A രാധാകൃഷ്ണൻ, ജിജോ P ജോസഫ്, ഹരീഷ് പേരയിൽ, P രതീശൻ, MB സിഞ്ചു, K സതീശൻ, P ഷൈമ, ഫെബിൻ ജെയിംസ്, EK ദീപക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.